ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് കൊടവരങ്ങ കൊണ്ട് നല്ലൊരു ഉപ്പേരിയാണ്. ഈ കൊടവരങ്ങയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ഷുഗർ, കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിളാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 കൊടവരങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അതിനനുസരിച്ചിട്ട് കഷ്ണങ്ങൾ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കുക, അല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി വേണമെങ്കിൽ അങ്ങനെയും മുറിച്ചെടുക്കുക. ഈ കൊടവരങ്ങയിൽ വെള്ളം ധാരാളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. ഇനി ഒരു 4-5 ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നിങ്ങൾ 4ആയി കീറി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനായി 3-4 വെളുത്തുള്ളി, ഒരു പിടി തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ പാകത്തിൽ തന്നെ വാങ്ങി വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് വെള്ളം വറ്റി ഉപ്പേരി പാകത്തിലായി കിട്ടും. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം വാങ്ങി വെച്ച് ഇതിലേക്ക് താളിക്കാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പം ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ചേർത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ഒരു ബ്രൗൺ കളറായി വരണം. ഒന്ന് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുക. തേങ്ങ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച വറ്റൽ മുളക് 1 ടീസ്പൂൺ ചേർത്ത് അതും ഒന്ന് മൂപ്പിക്കണം. അതൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം, നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.